ശ്രീ ടി കെ രാജഗോപാൽ ഇന്നലെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം എന്നാണ്. പുറത്തുന്നയിക്കപ്പെട്ട എല്ലാ സംശയങ്ങളെയും കോടതി അവാസ്തവം എന്ന നിലയിൽ തള്ളി. കുറ്റപത്രം വൈകുന്നത് അതൊരു സങ്കീർണമായ കേസായതുകൊണ്ട് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. ഭാഗിക കുറ്റപത്രം നൽകേണ്ടതില്ല, ഇത് അങ്ങനത്തെ ഒരു കേസല്ല എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടുക എന്നുള്ളതൊരു സാധാരണ പ്രക്രിയയാണ്. ജാമ്യം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെടുന്ന വിധത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിലാണ് കാര്യം എന്ന് പറയുന്നു. പുറത്തുയർന്ന എല്ലാ ആശങ്കകളെയും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് അവാസ്തവമെന്ന് കണ്ട് തള്ളുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി എന്നുള്ളത് കൊണ്ട് SIT വിമർശിക്കാനുണ്ടോ? ഇല്ല അഭിലാഷേ, അവാസ്തവം എന്നുള്ള പ്രയോഗം തന്നെ വേണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് അവാസ്തവമല്ല. പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോടതി, ഏറ്റവും പരമമായ കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. നമ്മളതിനെ ആ രൂപത്തിൽ കണ്ടാൽ മതി എന്നാണ്. നമ്മൾ ഭരണഘടനയെ മാനിക്കുന്നുണ്ട്, പോലീസിനെ മാനിക്കുന്നുണ്ട്, അല്ലേ? അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങേയറ്റത്തെ ബഹുമാനമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു പരാമർശത്തെ ആ ഒരു തലത്തിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം. SIT കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ടാകാം. അത്തരത്തിലുള്ളൊക്കെ രാഷ്ട്രീയ വ്യത്യാസം നമുക്ക് പറയാം. മുമ്പേ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനകത്തിൽ CBI അന്വേഷണം വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജിയിലാണ് ഇത് വന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശ്വഹിന്ദു പരിഷത്തും കൊടുത്ത ഹർജിയിലാണ് പറഞ്ഞത് എന്തുകൊണ്ട് കേസ് CBIക്ക് വിട്ടുകൂടാന്നുള്ളത്. CBIക്ക് വിട്ടുകൂടാന്ന് കൊടുക്കുന്നതിനകത്തിലും ആ ഒരു കൃത്യമായൊരു പരാമർശമല്ലേ കോടതി ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. അവർ പറയുന്നത് CBIയിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന ആരാണ്? അവർ വേറെ ആളുകളൊന്നുമല്ല. നമ്മുടെ സംസ്ഥാന പോലീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ്. മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ് CBIയിൽ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? ഈ നമ്മുടെ SIT സംഘത്തെക്കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? SIT സംഘത്തെക്കുറിച്ചും പറഞ്ഞതാണ് അവർ മികച്ച ഉദ്യോഗസ്ഥർ, അവർ രാജ്യത്തെ മികച്ച ഉദ്യോഗസ്ഥരാണെന്നാണ്. അത്തരത്തിലാണ് പരാമർശം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോടതി പറഞ്ഞ ആ സാവകാശം നമുക്ക് അനുവദിക്കാം. കോടതി അത്രയാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ സാവകാശം എടുത്തോളൂ. സാവകാശം എടുത്തിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താം. അതേപോലെ തന്നെ അത് കോടതി ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല, പ്രതിസ്ഥാനത്തുള്ള ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശങ്ങളെ ഈ ശബരിമല സ്വർണ്ണക്കേസിലെ ഒരു വിധിന്യായം ആയിട്ട് പോലും വ്യാഖ്യാനിച്ചാൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു വിധിന്യായം വന്നതുപോലെയാണ് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ പോറ്റി പുറത്തിറങ്ങിയതിൽ ആശങ്കയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പോറ്റി പുറത്തിറങ്ങിയതിൽ ആശങ്കയുണ്ട്. കാരണം ഈ കൊള്ളയുടെ കിങ് പിൻ അയാളാണ്. 2007 മുതൽ നടന്നിരിക്കുന്ന എല്ലാ ഓപ്പറേഷൻസിൻ്റെ നടുക്ക് പോറ്റിയുണ്ട്. തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. എത്ര വ്യവസായികളാണ്, അല്ലേ? ഗോവർദ്ധനോ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരി അടക്കം എത്രയോ വ്യവസായ ഭീമന്മാരുമായിട്ടൊക്കെ അയക്ക് നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പോറ്റിയെ അങ്ങനെ കുറച്ച് കാണുന്നില്ല അയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ അഭിലാഷ് നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് കാണിച്ചത് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ചിത്രമാണ് കാണിച്ചത്. ജയിലിൽ നിന്ന് പോറ്റി ഇറങ്ങി വരുന്ന ഭാര്യയോടൊപ്പം കാറിൽ കയറി പോകുന്നതായിട്ടുള്ള ചിത്രമാണ് നിങ്ങൾ കാണിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ചർച്ച തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കാരേറ്റിലെ വീട്ടിലേക്ക്, തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് അതിർത്തിയിലുള്ള വീട്ടിലേക്കാണ് പോറ്റി പോയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ കൂടെ നമ്മളൊന്ന് ക്യാമറയുടെ ഒരു ശ്രദ്ധ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ED അവിടെ നിൽപ്പുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ പോറ്റിയെ സ്വീകരിക്കാനായിട്ട് ഇപ്പം കുടുംബക്കാർ ഇവിടെ വന്നതുപോലെ ED അവിടെ നിൽക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കൃത്യമായ കുറേ കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ED തൊട്ട് പുറകിന് വന്നിട്ടുണ്ട്. മുരാരി ബാബു ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടല്ലോ. മുരാരി ബാബുവിന് ആദ്യത്തെ ദിവസം തന്നെ ഒരു നോട്ടീസ് കൊടുത്തു. പോറ്റിക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ കൊടുക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ ഇഷ്ടം പോലെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പുറത്തു വന്ന നമ്മൾ പറഞ്ഞില്ലേ, പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് ബാംഗ്ലൂരിൽ അടക്കം ഏതാണ്ട് 1.5 കോടി രൂപയുടെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട് പോറ്റിയുടേത്. അതേപോലെ തന്നെ പല അക്കൗണ്ടുകളിലേക്കുള്ള അന്വേഷണങ്ങളും വ്യാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോറ്റിയെ ഏത് ദിവസം ഇപ്പോൾ ഇന്നിറങ്ങാം. ഇതിപ്പോൾ കണ്ടീഷൻ ബെയിലാണ്, സ്വാഭാവികമായിട്ട് കിട്ടാവുന്നൊരു ബെയിലാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാൽ ഏതൊരാൾക്കും കിട്ടാവുന്നൊരു ബെയിൽ എന്നുള്ളതിനെ കണ്ടാൽ മതി. അതേപോലെ അരുൺകുമാർ പറഞ്ഞതിനകത്ത് ഒരു ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസമല്ല പോറ്റി ഹാജരാകേണ്ടത്. അത് മുരാരി ബാബുവിനാണെന്ന് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആഴ്ചയിൽ 2 ദിവസം ഹാജരാകണമെന്നാണ്. ചൊവ്വായും വെള്ളിയും ഹാജരാകണമെന്നാണെന്ന് തോന്നുന്നു.